ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മെട്ടയിൻ്റെ മറ്റൊരു വീഡിയോ സ്വാഗതം. ഞാൻ കൃഷ്ണദാസ്. അപ്പോൾ നമ്മൾ വീഡിയോസ് ഇട്ടിട്ട് കുറച്ച് നാളായി, ഒരു 10 ദിവസത്തോളമായി. അപ്പോൾ വീഡിയോസ് ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, മഴയും കാര്യങ്ങളായ കാരണം. അപ്പോൾ ഇനി നമുക്ക് പരമാവധി വേഗത്തിലിടാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു വാട്ടർ പമ്പാണ്. സൈക്കിള് യൂസ് ചെയ്ത് കറങ്ങുന്ന അത് പവർഫുള്ളായ ഒരു വാട്ടർ പമ്പാണ്. എല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയത്. അപ്പോൾ നമുക്ക് അതിൻ്റെ മേക്ക് വീഡിയോയ്ക്ക് ആദ്യം കിടക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ ഇതുപോലത്തെ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷനായിട്ട് എത്തും. അപ്പോൾ നമുക്ക് മേക്ക് വീഡിയോ കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിപ്പോൾ ആദ്യം മോട്ടറിനൊക്കെ വേണ്ടിയിട്ട് ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റ് ആവശ്യമുണ്ട്. അപ്പോൾ ഈ ബക്കറ്റിൻ്റെ അടിവശത്തിൽ നിന്നും ഒരു 6 സെൻറ്റിമീറ്റർ വീതിയിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ആ ബക്കറ്റിൻ്റെ മൂടിൽ നിന്നും ഇതുപോലത്തെ ഒരു സർക്കിൾ കട്ട് ചെയ്യുക. അപ്പോൾ ഈ സർക്കിൾ ഈ ബക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്ന അത്ര വട്ടമേ പാടുള്ളൂ. എന്നിട്ട് ഈ സർക്കിളിന് ഇതുപോലെ കൃത്യ ഡിസ്റ്റൻസിൽ 8 പോയിന്റ് ഇടുക. ഇനി നമുക്കിതുപോലെ ഒരു 16 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള ബോൾട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ഈ ബോൾട്ടിൻ്റെ വട്ടത്തിനനുസരിച്ച് ആ സർക്കിളിൻ്റെ സെൻറ്ററിൽ ഒരു ദ്വാരം ഇടുക. അപ്പോൾ ഇതിൽ ദ്വാരട്ടതിന് ശേഷം നമുക്ക് ഈ ബോൾട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് അതിൻ്റെ പിറകു വശത്ത് ഒരു വാഷിട്ട് നട്ട് യൂസ് ചെയ്ത് ടൈറ്റ് ചെയ്യാം. മാറ്റി വെച്ച കട്ട് ചെയ്ത ബക്കറ്റിൻ്റെ അടിവശത്ത് ഇതുപോലെ ഒരു ചെറിയ ദ്വാരം ഇടണം. അപ്പോൾ ഈ ദ്വാരത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്ന രീതിയിലൊരു ചെറിയ അലുമിനിയം പൈപ്പ് കട്ട് ചെയ്ത് ഇതുപോലെ ഫിറ്റ് ചെയ്യുക. ഒരു സർക്കിൾ കണക്ട് ചെയ്ത നെറ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കാം. അപ്പോൾ ഇത് ഇതുപോലെ സ്മൂത്തായിട്ട് കറങ്ങണം. ഇനി നമുക്ക് 4 സെൻറ്റിമീറ്റർ വീതിയിൽ ഇതുപോലെ ബക്കറ്റിൽ നിന്നും ഒരു കഷ്ണം കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ആ സർക്കിളിൻ്റെ പകുതി വരുന്ന അളവിൽ ഇതിൽ നിന്നും 8 കഷ്ണം കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ 8 പീസുകളും ഇതുപോലെ ഈ സർക്കിളിന് ചെരിച്ചൊട്ടിച്ച് കൊടുക്കാം. ഇത് പറഞ്ഞു പോരാത്ത രീതിയിൽ നന്നായി ഒട്ടിക്കണം. അപ്പോൾ ഇതുപോലെ എല്ലാം നന്നായി ഒട്ടിക്കുക. നമുക്ക് ഇതുമേലെ ഒരു 1.25 ഇഞ്ചിൻ്റെ പൈപ്പ് കണക്ട് ചെയ്യണം. ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പൈപ്പിൻ്റെ വട്ടത്തിനനുസരിച്ച് അതിന്മേലൊരു ദ്വാരണം ഇതുപോലെ ദ്വാരട്ടിട്ട് കഴിഞ്ഞ് നമുക്ക് ഈ പൈപ്പ് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കാം. എന്നിട്ട് ഗ്ലൂ ഗൺ യൂസ് ചെയ്ത് ലീക്ക് വരാത്ത രീതിയിൽ ഇത് ഒട്ടിക്കുക. ഇനി നമുക്ക് നേരത്തെ കട്ട് ചെയ്ത ബക്കറ്റിൻ്റെ അതേ വലുപ്പത്തിലുള്ള ബക്കറ്റിൽ നിന്നും ഇതുപോലെ അതിൻ്റെ അടിവശം 1 സെൻറ്റിമീറ്റർ വീതിയിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ കട്ട് ചെയ്ത ഭാഗം ഇതുപോലെ ഇതിന് മുകളിൽ വെച്ച് ഒട്ടിക്കണം. അതിന് മുമ്പായി ഇതിൻ്റെ സെൻറ്ററിൽ നമുക്ക് 1 ഇഞ്ച് കനത്തിലുള്ള ഒരു PVC പൈപ്പ് കണക്ട് ചെയ്യണം. അപ്പോൾ അതിനായി ഇതിൻ്റെ സെൻറ്ററിൽ ആ പൈപ്പിൻ്റെ വട്ടത്തിനനുസരിച്ച് ദ്വാരമിടാം. അപ്പോൾ ഈ ദ്വാരത്തുമേ നമുക്കിനി പൈപ്പ് കണക്ട് ചെയ്യാം. അതിനുശേഷം ഗ്ലൂ ഗൺ വെച്ച് ലീക്ക് വരാത്ത രീതിയിൽ നമുക്കിത് ഒട്ടിക്കണം. നമുക്ക് ഇതെടുത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഫാൻ ഇറക്കി വയ്ക്കുക. അതിനുശേഷം നമുക്കിത് ഇതുപോലെ വെച്ച് ഒട്ടിക്കാം. ആദ്യം നമുക്കിത് ഇതുപോലെ ഫ്ലഷ് ക്യൂക്ക് വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം ഗ്ലൂ ഗൺ യൂസ് ചെയ്ത് ലീക്ക് വരാത്ത രീതിയിൽ നന്നായി ഒട്ടിക്കുക. നമുക്കിത് ലീക്ക് വരാതിരിക്കാൻ ഒന്നും കൂടി ഉറപ്പിന് വേണ്ടിയിട്ട് ബക്കറ്റിൽ നിന്നും ഇതുപോലെ ഒരു കഷ്ണം കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനെ ഇതുപോലെ ചുറ്റി വെച്ചൊട്ടിക്കാം.
നമുക്ക് ഇതുപോലെ 6 സെന്റിമീറ്റർ നീളത്തിലും ഉരുണ്ട ഷേപ്പിലുമുള്ള ഒരു വുഡ് വേണം. അതിന്റെ സെന്ററിൽ ഞാൻ ഇതുപോലെ ബോൾട്ട് അടക്കുന്ന അളവിൽ ഡ്രിൽ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ വുഡിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ബോൾട്ട് കടത്തുക. ഇതുപോലെ 2 വശത്തും നട്ടിട്ട് ഇതുപോലെ ആ വുഡിനെ നന്നായി ടൈറ്റ് ആക്കുക. ഇനി ഒരു നട്ടും കൂടി ഇതുപോലെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു ചെറിയ ബെയറിങ് വെക്കുക. എന്നിട്ട് വീണ്ടും ഒരു നട്ട് യൂസ് ചെയ്ത് ഇത് രണ്ടും ടൈറ്റ് ആക്കുക. ഇനി നമുക്ക് സൈക്കിൾ ഒരു സ്റ്റാൻഡ് മേലായിട്ട് ഉറപ്പിക്കണം. അപ്പൊ അതിനായിട്ട് ഞാൻ ഇതുപോലെ നീളനെ 2 വുഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പരന്ന ഇതുപോലത്തെ MDFന്റെ ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ സൈക്കിളിന്റെ ബാക്കിലത്തെ ടയർ പൊന്തി നിൽക്കാൻ വേണ്ടിയിട്ട് ഈ വുഡ് സൈക്കിളിന്റെ ടയറിനെക്കാളും കുറച്ച് നീളം കൂടുതലാണ്. അപ്പൊ ഈ വുഡിന്റെ അറ്റത്ത് ഞാൻ ഇതുപോലെ ഒരു വെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 വുഡും ഇതിൽ അടയാളപ്പെടുത്തിയ പോലെ നമുക്ക് ഫിറ്റ് ചെയ്യാം. അപ്പൊ ഈ സൈക്കിളിന്റെ ബാക്കിലെ ടയറിന്റെ ഡിസ്റ്റൻസ് അനുസരിച്ചാണ് ഞാൻ ഇത് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ അറ്റത്ത് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സൈക്കിള് കൃത്യമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇതുമേൽ സൈക്കിൾ വെച്ച് നോക്കാം. അപ്പോൾ ഇത് കുഴപ്പമില്ല, സൈക്കിൾ സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് പമ്പ് ഇതുപോലെ വെച്ചിട്ട് ആ വുഡ് ടയറുമ്മ മുട്ടുന്ന രീതിയിൽ വെച്ച് ഉറപ്പിക്കണം. അപ്പോൾ ഇതുപോലെ ഇത് ഉറപ്പിക്കുക. അപ്പോൾ ഞാൻ ഈ വുഡിന്മേൽ സൈക്കിളിന്റെ ടയറിന്റെ ട്യൂബ് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഈ പൈപ്പിന് ഒരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മേലേക്ക് സൈക്കിൾ വയ്ക്കാം. അപ്പോൾ സൈക്കിളിന്റെ ടയർ ഇതുപോലെ ആ വുഡായിട്ട് മുട്ടി നിൽക്കണം. എന്നിട്ട് ഈ സൈഡിൽ ഇതുപോലെ പൈപ്പ് കണക്ട് ചെയ്യുക. എന്നിട്ട് ഈ പൈപ്പിന്റെ എതിർവശത്തു കൂടി വെള്ളം നിറയ്ക്കാം. ഈ വെള്ളം നിറച്ചതിന് ശേഷം ഇതൊന്ന് വെള്ളത്തിൽ നന്നായി മുക്കിയിടുക. ഇതിന്റെ വർക്ക് കഴിഞ്ഞിട്ട് നമുക്കപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ വിചാരിച്ചാണ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഫോഴ്സിൽ തന്നെയാണ് വെള്ളം പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായതായിരുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. എന്നാലേ പുതിയതായിട്ട് വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.